ഹായ് എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം. ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ ഇന്ത്യയുടെ ഒന്നാമത്തെ പ്രധാനമന്ത്രിയാകേണ്ടിയിരുന്ന വ്യക്തി ശരിക്കും ജവഹർലാൽ നെഹ്റു അല്ല. അത് ഈ സർദാർ വല്ലഭായ് പട്ടേലാണ് ഇന്ത്യയുടെ ഒന്നാമത്തെ പ്രധാനമന്ത്രിയാകേണ്ടിയിരുന്നയാൾ. നമ്മുടെ ഇന്ത്യയുടെ ചരിത്രം നമ്മളെ അങ്ങനെയാണ് പഠിപ്പിക്കുന്നത്. പക്ഷെ പല കാരണങ്ങൾ കൊണ്ടാണ് നമുക്കറിയാം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിട്ട് ജവഹർലാൽ നെഹ്റു തെരഞ്ഞെടുക്കപ്പെടുകയും അല്ലെങ്കിൽ നിയമിക്കപ്പെടുന്നതും അതിനുശേഷം അതോടൊപ്പം സർദാർ വല്ലഭായ് പട്ടേൽ ഇന്ത്യയുടെ ഹോം മിനിസ്റ്ററായിട്ട് നിയമിതനാകുന്നത്. അപ്പൊ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു മാറ്റം അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ചേഞ്ച് വന്നത്, അല്ലെങ്കിൽ അതിന്റെ കാരണം എന്താണെന്നും സർദാർ വല്ലഭായ് പട്ടേൽ ആരായിരുന്നെന്നും ഇന്ത്യയുടെ ചരിത്രത്തിൽ സർദാർ വല്ലഭായ് പട്ടേലിന്റെ റോൾ എന്താണെന്നും എന്നാണ് നമ്മൾ ഇന്ന് ചിന്തിക്കുന്നത്. ഇന്ന് ഒക്ടോബർ 31, ഈ ഒക്ടോബർ 31 എന്ന ദിവസത്തിന് വളരെയധികം ചരിത്ര പ്രാധാന്യമുള്ള ഒരു ദിവസമാണ് ഈ ഒക്ടോബർ 31 എന്നത്. കാരണം ഇന്ത്യയുടെ ചരിത്രത്തിലെ വളരെ പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഇന്ത്യക്ക് ഒരിക്കലും മറക്കാൻ കഴിയാത്ത രണ്ട് വ്യക്തികളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട ഒരു ഡേറ്റ് ആണ് ഈ ഒക്ടോബർ 31 എന്ന്. അതായത് ഒക്ടോബർ 31 സർദാർ വല്ലഭായ് പട്ടേലിന്റെ ജന്മദിനം. സർദാർ വല്ലഭായ് പട്ടേൽ എന്ന് പറയുമ്പോൾ നമ്മുടെ ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യൻ എന്നാണ് അദ്ദേഹത്തെ കുറിച്ച് അറിയപ്പെടുന്നത്. അപ്പൊ ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യൻ എന്നറിയപ്പെടുന്ന സർദാർ വല്ലഭായ് പട്ടേലിന്റെ ജന്മദിനവും അതുപോലെ തന്നെ ഇന്ത്യയുടെ ഉരുക്കു വനിത എന്നറിയപ്പെടുന്ന ശ്രീമതി ഇന്ദിരാഗാന്ധിയുടെ രക്തസാക്ഷിത്വ ദിനവുമാണ് ഈ ഒക്ടോബർ 31. ഇപ്പോ ഈ രണ്ട് വ്യക്തികൾ നമുക്കറിയാം, ഇന്ത്യയുടെ ചരിത്രത്തിൽ ഇന്ത്യക്കാർക്ക് അല്ലെ ഭാരതീയർക്ക് ഒരിക്കലും മറക്കാൻ കഴിയാത്ത രണ്ട് വ്യക്തികളാണ് ഈ സർദാർ വല്ലഭായ് പട്ടേലും അതുപോലെ തന്നെ ഇന്ദിരാഗാന്ധിയും. ഇന്ന് നമ്മൾ ഇന്ദിരാഗാന്ധിയെ കുറിച്ചല്ല, ശരിക്കും ഇന്ന് സർദാർ വല്ലഭായ് പട്ടേലിനെ കുറിച്ചാണ് ചിന്തിക്കുന്നത്. ഇപ്പോൾ സർദാർ വല്ലഭായ് പട്ടേലിന്റെ ജന്മദിനമായ ഒക്ടോബർ 31 എന്നത് ഇന്ത്യയുടെ ഏകതാ ദിവസമായിട്ട് നമ്മൾ ആഘോഷിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ശരിക്കും ഇങ്ങനെ ആഘോഷിക്കാൻ തീരുമാനിച്ചത് 2014 മുതലാണ്. 2014 മുതലാണ് അദ്ദേഹത്തിന്റെ ജന്മദിനത്തെ ഭാരതത്തിന്റെ ഏകതാ ദിവസമായിട്ട് നമ്മൾ ആഘോഷിക്കാൻ തീരുമാനിച്ചിരുന്നു. അപ്പൊ എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ ജന്മദിനം ഏകതാ ദിവസമായിട്ട് നമ്മൾ ആഘോഷിക്കുന്നതെന്നാണ് ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത്. അപ്പൊ അതിന്റെ കാരണം എന്താണ് എന്ന്. അപ്പോൾ അതിന് ആദ്യം നമുക്ക് സർദാർ വല്ലഭായ് പട്ടേലിനെ കുറിച്ച്, അദ്ദേഹത്തിന്റെ ജനിച്ചത് എവിടെയാണെന്നും അദ്ദേഹത്തിന്റെ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയതും അങ്ങനെ ചെറുതായിട്ട് അദ്ദേഹത്തിന്റെ ആ ജീവിതത്തെക്കുറിച്ച് നമുക്കൊന്ന് ചിന്തിക്കാം. 1875 ഒക്ടോബർ 31 ഇന്നത്തെ ഗുജറാത്തിലെ ഖേദ ഡിസ്ട്രിക്റ്റിലുള്ള നാദിയാദ് എന്ന സ്ഥലത്താണ് അദ്ദേഹത്തിന്റെ ജനനം. അന്നത് ഈ ഗുജറാത്ത് എന്നത് ബോംബെ പ്രസിഡൻസി ആയിരുന്നു. അപ്പൊ ഇന്നത്തെ ഗുജറാത്ത് സംസ്ഥാനത്തിൽ ഇദ്ദേഹം ഒരു സാധാരണ കുടുംബത്തിലാണ് ജനിച്ചത്. സാധാരണ കുടുംബത്തിൽ എന്ന് പറയുമ്പോൾ വലിയ അധികം സാമ്പത്തികമൊന്നും ഇല്ലാത്ത ഒരു സാധാരണ ഒരു മിഡിൽ അല്ലെങ്കിൽ ആവറേജ് ഇൻകമുള്ള ഒരു കുടുംബത്തിലാണ് ഇദ്ദേഹത്തിന്റെ ജനനം. ഇദ്ദേഹത്തിന്റെ 22ാമത്തെ വയസ്സിലാണ് ഇദ്ദേഹത്തിന് ഇന്റർമീഡിയറ്റ് പാസ്സാകാൻ കഴിഞ്ഞത്. ഇപ്പൊ ഇന്റർമീഡിയറ്റ് പാസ്സായതിനു ശേഷം അദ്ദേഹത്തിന് പിന്നെ തുടർ വിദ്യാഭ്യാസം ചെയ്യാനൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടേണ്ടി വന്നു. ഇദ്ദേഹം സുഹൃത്തുക്കളുടെയും ഒക്കെ പുസ്തകങ്ങളൊക്കെ വായ്പ വാങ്ങി കടം വാങ്ങിച്ചും ചേഞ്ച് ചെയ്തും ഒക്കെയാണ് ഇദ്ദേഹം പിന്നീടുള്ള വിദ്യാഭ്യാസം പൂർത്തിയാക്കുന്നത്. പിന്നീടുള്ള വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഇദ്ദേഹത്തിന് ഇംഗ്ലണ്ടിൽ പോയി പഠിക്കാനായിട്ട്, ബാരിസ്റ്റർ പഠനത്തിന് വേണ്ടി ഇംഗ്ലണ്ടിന് പോകാനായിട്ട് വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു. ആദ്യത്തെ തവണത്തെ കാര്യങ്ങളെല്ലാം പൂർത്തിയായി, പാസ്പോർട്ടും മറ്റു ഇതൊക്കെ പൂർത്തിയായി കഴിഞ്ഞപ്പോൾ അതിലൊരു ചെറിയ വ്യത്യാസം, അതായത് ഇദ്ദേഹത്തിന്റെ സഹോദരന്റെ പേരും വിതൽഭായ് പട്ടേൽ എന്നാണ്. അപ്പം ഈ വല്ലഭായ് പട്ടേൽ എന്ന് പറയുമ്പോൾ വല്ലഭായ് ജാവേർഭായ് പട്ടേൽ എന്നാണ് ഇദ്ദേഹത്തിന്റെ മുഴുവൻ പേര്. അപ്പൊ ഇദ്ദേഹത്തിന്റെ സഹോദരന്റെ പേരും വിതൽഭായ് പട്ടേൽ എന്നാണ്. അപ്പൊ വിതൽഭായ് ജാവേർഭായ് പട്ടേൽ.
അപ്പൊ ഈ പാസ്പോർട്ടിലെ VL ഈ പട്ടേൽ എന്നുള്ള ആ ഒരു ഇനിഷ്യലിന് വെച്ച് ഇദ്ദേഹത്തിന്റെ സഹോദരൻ പറഞ്ഞു അപ്പൊ ചേട്ടൻ ഉള്ളപ്പോ ആദ്യം അനിയൻ പോകുന്നത് ശരിയല്ല, അതുകൊണ്ട് ഞാൻ പൊക്കോളാം എന്ന് പറഞ്ഞ ഇദ്ദേഹത്തിന്റെ ഈ പാസ്പോർട്ടില് ഈ ഇദ്ദേഹത്തിന്റെ സഹോദരനാണ് ആദ്യം വിദേശത്ത് പോകുന്നത്. അപ്പൊ അങ്ങനെ ആദ്യത്തെ ചാൻസ് ഇദ്ദേഹത്തിന് നഷ്ടപ്പെട്ടു. രണ്ടാമത് പിന്നീട് ഇദ്ദേഹത്തിന്റെ വിവാഹശേഷം ഭാരതത്തിൽ തന്നെ അല്ലെങ്കിൽ ഇന്ത്യയിൽ തന്നെ കുറച്ച് നാൾ ജോലികളൊക്കെ ചെയ്ത് ഇങ്ങനെ തുടർന്ന് വന്ന ശേഷം 1909 ഇദ്ദേഹത്തിന്റെ ഭാര്യ മരിക്കുന്നു. ഭാര്യ മരിച്ചു. അന്ന് അദ്ദേഹത്തിന് 2 കുഞ്ഞുങ്ങളുണ്ട്. 2 കുഞ്ഞുങ്ങൾ, ഒരു ഒരു പെണ്ണുമായിട്ട്. മക്കള് ചെറുതായിരുന്ന അല്ലെങ്കിൽ കുഞ്ഞു മക്കളായിരിക്കുന്ന സമയത്ത് തന്നെയാണ് ഇദ്ദേഹത്തിന്റെ ഭാര്യ ക്യാൻസർ ആയിട്ടാണ് മരിക്കുന്നത്. അപ്പൊ രണ്ടാമത് വിവാഹം കഴിക്കാൻ ഇദ്ദേഹം തയ്യാറായില്ല. ഫാമിലിയുടെ ഹെൽപ്പോടുകൂടി ഇദ്ദേഹം തന്നെ കുഞ്ഞുങ്ങളെ വളർത്തിക്കൊള്ളാമെന്ന് പറഞ്ഞു. അങ്ങനെ ഈ ഭാര്യ മരിച്ചതിന് ശേഷം 34-ാമത്തെ വയസ്സിലാണ് അദ്ദേഹത്തിന്റെ ഭാര്യ മരിക്കുന്നത്. അതിനുശേഷം 2 വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ഇദ്ദേഹം വിദേശത്ത് പോയി പഠിക്കാനുള്ള കാര്യങ്ങളെല്ലാം ചെയ്തു. സ്വന്തമായിട്ട് അതിന് ഫണ്ടൊക്കെ കണ്ടെത്തി. അങ്ങനെ അദ്ദേഹം ഇംഗ്ലണ്ടിലെ മിഡിൽ ടെമ്പിൾ എന്ന് പറയുന്ന സ്ഥലത്ത് മിഡിൽ ടെമ്പിളിൽ ഇദ്ദേഹം വക്കീലായിട്ട് എൻറോൾ ചെയ്ത് പഠിക്കാനും കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാനുമായിട്ട് കടന്നു പോകുന്നുണ്ട്. അങ്ങനെ ഏതാണ്ട് 3 വർഷത്തെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് അദ്ദേഹം തിരിച്ച് ഇന്ത്യയിലെത്തി. ഇന്ത്യയില് വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു വക്കീലായിട്ടാണ് അദ്ദേഹം അറിയപ്പെട്ടിരുന്നത്. വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ അദ്ദേഹം ഈ ഇന്ത്യയിൽ എത്തിയ അഹമ്മദാബാദിന്റെ ഡിസ്ട്രിക്ട് അഡ്വക്കേറ്റ് ആയിട്ടൊക്കെ നിയമിതനാകുകയും അതുപോലെ നല്ല പേരെടുത്ത നല്ല അറിയപ്പെടുന്ന ഒരു വക്കീലായിട്ട് അദ്ദേഹം ഇന്ത്യയിൽ പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു. ജോലി ചെയ്ത് നല്ല അത്യാവശ്യം സമ്പാദിക്കുകയും അതുപോലെ തന്നെ നല്ല പേരെടുത്ത് നല്ല ഒരു വക്കീലായിട്ട് അദ്ദേഹം ചെയ്യുന്നത്. അപ്പൊ ആ ഒരു ഇംഗ്ലീഷ് സ്റ്റൈലിലാണ് അദ്ദേഹം ജീവിച്ചുകൊണ്ടിരുന്നതും. വസ്ത്രധാരണവും ജീവിത രീതികളൊക്കെ അങ്ങനെ ആയിരുന്നു. അപ്പൊ ആ ഒരു സമയത്താണ് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരം കൊടുമ്പിരി കൊള്ളുന്നു. അതുപോലെ തന്നെ മഹാത്മാഗാന്ധി ഇന്ത്യൻ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയ ശേഷം പക്ഷെ ആദ്യകാലങ്ങളിലൊന്നും ഈ മഹാത്മാഗാന്ധി അംഗീകരിക്കാൻ ഇവരെ തയ്യാറായിരുന്നില്ല. കാരണം മഹാത്മാഗാന്ധിയുടെ ചിന്താഗതികളോട് നോൺ വയലൻസിനോടൊന്നും ഇദ്ദേഹത്തിന് വലിയ താല്പര്യമൊന്നുമില്ലായിരുന്നു. അപ്പോ കാരണം ഇദ്ദേഹം ഗാന്ധിജിയുടെ നയങ്ങളിലൂടെ ഒരിക്കലും ഒരു സ്വാതന്ത്ര്യപ്രാപ്തി ഉണ്ടാകുമെന്ന് വിശ്വസിച്ചിരുന്ന ആളല്ലായിരുന്നു ആദ്യം ഈ വല്ലഭായ് പട്ടേൽ. പക്ഷേ 1917 ചമ്പാരൻ സത്യാഗ്രഹം വൻ വിജയമായിരുന്നതോടുകൂടിയാണ് ഇദ്ദേഹത്തിനും ഗാന്ധിജിയുടെ നയങ്ങളോടും അല്ലെങ്കിൽ നോൺ വയലൻസ് അല്ലെ സത്യാഗ്രഹ സമരത്തോട് താല്പര്യം ഉണ്ടാകുന്നത്. അങ്ങനെ സത്യാഗ്രഹ സമരത്തോട് താല്പര്യമുണ്ടായി. ഇദ്ദേഹവും സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിലേക്ക് അല്ലെങ്കിൽ ആ ഒരു സ്വാതന്ത്ര്യ സമര പ്രവർത്തനങ്ങളിൽ പങ്കാളിയായി. അങ്ങനെ 1917 ചമ്പാരൻ സത്യാഗ്രഹത്തിന് ശേഷം അതേ പ്രോബ്ലം ഇദ്ദേഹത്തിന്റെ ഈ ഖേദ ഡിസ്ട്രിക്റ്റിലുള്ള ആളുകൾക്കും ഫേസ് ചെയ്യേണ്ടി വരുന്നുണ്ട്. കാരണം ഖേദ ഡിസ്ട്രിക്റ്റിലെ കൃഷിക്കാരുടെ കൃഷി വളരെ മോശമായിട്ട് അവർക്ക് ടാക്സ് അടയ്ക്കാൻ പറ്റാതെ ഇവരുടെ സ്ഥലവും വസ്തുവകകളൊക്കെ ഗവൺമെന്റ് സീസ് ചെയ്യുന്ന ഒരു അവസ്ഥയിലെത്തിയപ്പോൾ ഈ കൃഷിക്കാർക്ക് വേണ്ടി സമരം ചെയ്യാനായിട്ട് ഗാന്ധിജി തീരുമാനിച്ചു. അപ്പൊ അവിടെയും അതായത് ഈ കൃഷിക്കാരുടെ ടാക്സ് റവന്യൂ ഒഴിവാക്കി കൊടുക്കാനായിട്ട് ഗവൺമെന്റിനോട് അപേക്ഷിച്ചിട്ട് ആദ്യമൊന്നും ഗവൺമെന്റ് തയ്യാറായില്ല. അപ്പൊ ഇവര് അതിനു വേണ്ടി സത്യാഗ്രഹ സമരം നടത്താൻ തീരുമാനിച്ചു. അങ്ങനെ ഈ സത്യാഗ്രഹ സമരത്തിന്റെ ഉത്തരവാദിത്വം ഗാന്ധിജി ഇദ്ദേഹത്തെ ഏൽപ്പിക്കുന്നു, സർദാർ വല്ലഭായ് പട്ടേലിനെ. അങ്ങനെ ഈ ഖേദ മൂവ്മെന്റ് ഈ സർദാർ വല്ലഭായ് പട്ടേലിന്റെ ഉത്തരവാദിത്വത്തിൽ അല്ലെങ്കിൽ നേതൃത്വത്തിൽ വളരെ ഭംഗിയായിട്ട് അല്ലെങ്കിൽ വളരെ സക്സസ്ഫുൾ ആയിട്ട് ഈ ഒരു സത്യാഗ്രഹം വിജയിപ്പിച്ചെടുത്തു. അപ്പൊ വിജയിപ്പിച്ചെടുത്തതിലും ഇദ്ദേഹത്തിന് വളരെ വലിയൊരു പങ്കുണ്ട് സർദാർ വല്ലഭായ് പട്ടേലിന്. അതായത് അന്ന് ഈ ബ്രിട്ടീഷുകാര്
അല്ലെങ്കിൽ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥര് ഇവരുടെ കൃഷിക്കാരുടെയൊക്കെ ജമീൻ സ്ഥലമൊക്കെ ജപ്തി ചെയ്യാനായിട്ട് വരുമ്പോൾ ഇവരെ പതിയെ ഈ കൃഷിക്കാരെ ഒളിപ്പിച്ചു അവരെ ആ സ്ഥലത്തു നിന്ന് മാറ്റിയൊക്കെ ഇതിൽ നിന്ന് ഈ ഒരു അല്ലെങ്കിൽ നടപടികളിൽ നിന്ന് അവരെ ഒഴിവാക്കിയെടുത്ത് അവസാനം ബ്രിട്ടീഷ് ഗവൺമെന്റ് തന്നെ അല്ലെങ്കിൽ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥർ തന്നെ ഇവരുടെ റവന്യൂ കടങ്ങൾ ഒരു വർഷത്തേക്ക് എഴുതി തള്ളാമെന്ന് തീരുമാനിച്ച് അങ്ങനെ ആ ഒരു മൂവ്മെന്റ് അല്ലെ ഖേദ മൂവ്മെന്റ് എന്നാണ് അറിയപ്പെടുന്നത്. ഈ ഖേദ മൂവ്മെന്റ് വളരെ വിജയമായി തീരുന്നത് സർദാർ വല്ലഭായ് പട്ടേലിന് വളരെയധികം ഒരു അംഗീകാരം, ഇന്ത്യയിൽ അദ്ദേഹത്തെ നല്ലൊരു ലീഡറായിട്ട് അല്ലെങ്കിൽ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിലേക്ക് നല്ലൊരു ലീഡറായിട്ട് മുൻപോട്ട് വരാനുള്ള കഴിവുണ്ടെന്ന് അദ്ദേഹം തെളിയിക്കുകയുണ്ടായി. അതോടുകൂടി ഈ ഒരു സക്സസ്ഫുൾ മൂവ്മെന്റിന് ശേഷം സർദാർ വല്ലഭായ് പട്ടേലിനെ ഗുജറാത്ത് പ്രദേശ് കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആയിട്ട് നിയമിക്കുന്നു. പ്രദേശ് കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആയിട്ട്. അങ്ങനെ അദ്ദേഹം സജീവമായിട്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രവർത്തനങ്ങളിലേക്കും ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിലേക്കും ഇറങ്ങുന്നുണ്ട്. അപ്പൊ അതിനുശേഷം നമുക്കറിയാം പിന്നീടുള്ള മുമ്പോട്ടുള്ള പ്രവർത്തനങ്ങളിൽ പലതവണ അദ്ദേഹത്തെയും അറസ്റ്റ് ചെയ്യപ്പെടുന്നുണ്ട്. ഇന്ത്യയുടെ ക്വിറ്റ് ഇന്ത്യ സമരം, അതുപോലെ ഓരോ പ്രവർത്തനങ്ങളിലും നോൺ കോർപ്പറേഷൻ മൂവ്മെന്റ്, ക്വിറ്റ് ഇന്ത്യ സമരം, അങ്ങനെ എല്ലാ കോൺഗ്രസിന്റെ അല്ലെങ്കിൽ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനങ്ങളിലും ഇദ്ദേഹവും ഭാഗഭാക്കാവുകയും പല തവണ ജയിലിൽ പോകേണ്ടത്, അങ്ങനെ പല സാഹചര്യങ്ങളും ഇദ്ദേഹത്തിന് നേരിടേണ്ടി വരുന്നുണ്ട്. അങ്ങനെ അവസാനം ഇന്ത്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കളിൽ ഒരാളായിട്ടാണ്, അതായത് ജവഹർലാൽ നെഹ്റുവിനും JB കൃപലാനി, അങ്ങനെ സുഭാഷ് ചന്ദ്രബോസ്, അങ്ങനെ വളരെ പ്രധാനപ്പെട്ട നേതാക്കന്മാരിൽ ഒരാൾ എന്ന പോലെ സർദാർ വല്ലഭായ് പട്ടേലും പ്രശസ്തനായ ഒരു ലീഡറായി മാറി. അപ്പോൾ നമുക്ക് ഈ സർദാർ വല്ലഭായ് പട്ടേലിനെ കുറിച്ച് പറയുമ്പോൾ ഇന്ത്യയുടെ ഏറ്റവും അല്ലെങ്കിൽ വളരെ ബുദ്ധിശാലിയായ അല്ലെ നയതന്ത്രജ്ഞനായ ഒരു ലീഡറായിരുന്നു ഇദ്ദേഹം, സർദാർ വല്ലഭായ് പട്ടേൽ. അപ്പൊ അദ്ദേഹത്തിന്റെ നയതന്ത്രവും അദ്ദേഹത്തിന്റെ അതായത് അത് മാത്രമല്ല അദ്ദേഹം നല്ലൊരു വക്കീൽ കൂടെയായിരുന്നു. അപ്പൊ ആ ഒരു വക്കീലിന്റെ ബുദ്ധിയും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ നയതന്ത്രവും ഇതെല്ലാം കൂടെ കൊണ്ടാണ് അദ്ദേഹം ഈ ഒരു നല്ല ഒരു ലീഡർ സ്ഥാനത്തേക്ക് എത്തിയത്. അപ്പൊ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തില് ഏകദേശം ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനങ്ങളൊക്കെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടുന്ന ആ ഒരു അവസ്ഥയിലെത്തിയപ്പോൾ, അതായത് 1946 എത്തിയപ്പോഴേക്കും ബ്രിട്ടീഷുകാർ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നൽകാൻ തന്നെ തീരുമാനിച്ച് അവരിവിടുന്ന് മടങ്ങിപ്പോകാൻ തീരുമാനിച്ച ആ സമയത്ത് ഇന്ത്യയുടെ ഇലക്ഷൻ നടക്കുന്നുണ്ട്. അപ്പൊ നമുക്കറിയാം ഇന്ത്യ ഇലക്ഷനോടനുബന്ധിച്ച് മുസ്ലിം ലീഗിന് നല്ലൊരു ഭൂരിപക്ഷം ഉണ്ടാവുകയും, അതായത് മുസ്ലിം ഭൂരിപക്ഷമുള്ള ഭാഗങ്ങളിലൊക്കെ മുസ്ലിം സ്ഥാനാർത്ഥികൾ നല്ല വോട്ടോടുകൂടി ജയിക്കുന്നതും ഒക്കെ ഇവർക്ക് ഇച്ചിരൂടെ ഒരു സെപ്പറേറ്റ് സ്റ്റേറ്റ് എന്ന അല്ലെങ്കിൽ സെപ്പറേറ്റ് കൺട്രി എന്ന വാദം വളരെ ശക്തമാക്കി എന്ന് നമുക്കറിയാം. അപ്പോൾ ഈ മുഹമ്മദ് അലി ജിന്നയൊക്കെ ഞങ്ങൾക്ക് മുസ്ലിങ്ങൾക്ക് വേണ്ടി വേറെ രാജ്യം, സെപ്പറേറ്റ് കൺട്രി എന്ന ഡിമാൻഡ് വളരെ ശക്തിയായിട്ട് മുൻപോട്ട് വെച്ച്. പക്ഷെ ആദ്യം ഇന്ത്യയുടെ നേതാക്കന്മാരായിരുന്ന അല്ലെങ്കിൽ അന്നത്തെ സ്വാതന്ത്ര്യ സമരത്തിന്റെ അല്ലെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഒക്കെ ലീഡേഴ്സിനൊന്നും ഈ ഒരു ആശയത്തോട് ഒട്ടും താല്പര്യമില്ലായിരുന്നു എന്നും മഹാത്മാഗാന്ധി, ജവഹർലാൽ നെഹ്റു, അങ്ങനെ ഇവരാരും ഈ ഒരു ആശയത്തോട് സെപ്പറേറ്റ് കൺട്രി എന്ന ആശയത്തോട് ഒരിക്കലും സ്വീകരിക്കാൻ തയ്യാറല്ലായിരുന്നു. പക്ഷേ ആ സെപ്പറേറ്റ് കൺട്രി അവർക്ക് കൊടുത്തേക്കൂ എന്ന ആശയം ആദ്യം തന്നെ അംഗീകരിച്ചത് സർദാർ വല്ലഭായ് പട്ടേലാണ്. കാരണം അദ്ദേഹത്തിന് അറിയാമായിരുന്നു, കാരണം അദ്ദേഹത്തിന് ശരിക്കും ഇന്ത്യയിൽ ആ സെപ്പറേറ്റ് കൺട്രി ഇവർക്ക് കൊടുത്തില്ലെങ്കിൽ ഉണ്ടാകാൻ പോകുന്ന വയലൻസ് എത്രമാത്രം വളരെ ഭയാനകമായിരിക്കുമെന്ന് അദ്ദേഹത്തിന് നല്ല വ്യക്തമായ പ്ലാൻ അല്ലെങ്കിൽ വ്യക്തമായി അദ്ദേഹത്തിന് മനസ്സിലായി. അതിലും നല്ലത് ഇന്ത്യയെ അവർക്ക് തന്നെ, ഇന്ത്യയിൽ നിന്ന് അവരെ ഇവിടുന്ന് മാറ്റുക അല്ലെങ്കിൽ അവരെ ഒഴിവാക്കി കൊടുത്ത് ഇന്ത്യയെ സുരക്ഷിതമാക്കുകയാണ് ഏറ്റവും നല്ല പദ്ധതി എന്ന് തന്നെ അദ്ദേഹത്തിന് മനസ്സിലായി. അദ്ദേഹം തന്നെ ആദ്യം അതുകൊണ്ട് തന്നെ ഈ സെപ്പറേറ്റ് കൺട്രി എന്ന ആശയം അംഗീകരിക്കുകയുണ്ടായി. ഇദ്ദേഹം ആ ആശയം അംഗീകരിക്കുകയും പിന്നീട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ മറ്റ് ലീഡേഴ്സിനെ കൺവിൻസ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. കാരണം അദ്ദേഹം മനസ്സിലാക്കിയ അല്ലെങ്കിൽ ഇതിന്റെ ഭയാനകത എത്രമാത്രം ആയിരിക്കും എന്ന് അദ്ദേഹത്തിന് നല്ലതുപോലെ മനസ്സിലായി. ആ ഒരു കാര്യം അദ്ദേഹം ഈ ഗാന്ധിജിയെയും അതുപോലെ തന്നെ നെഹ്റുവിനെയും ഒക്കെ
കൺവിൻസ് ചെയ്ത് അങ്ങനെ ഇന്ത്യ സ്വാതന്ത്ര്യ പ്രാപ്തിയിലേക്ക് എത്തുമ്പോൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിട്ട് വരേണ്ടത് ആരായിരിക്കും എന്നതാണ് അടുത്ത ചോദ്യം. അപ്പൊ ഇവരൊരു തീരുമാനമെടുത്തു, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെടുന്നത് ആരായിരിക്കുമോ ആ വ്യക്തിയായിരിക്കും ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാവേണ്ടതെന്ന്. അങ്ങനെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റിന് വേണ്ടിയുള്ള തെരഞ്ഞെടുപ്പ് നടന്നു. അപ്പൊ 15 പ്രദേശ് കോൺഗ്രസിന്റെ ലീഡേഴ്സിൽ നിന്ന് 15 വോട്ടാണ്. ആ 15 വോട്ടിൽ നേതാക്കന്മാരായിട്ട് അന്ന് നമുക്ക് ജവഹർലാൽ നെഹ്റു, സർദാർ വല്ലഭായ് പട്ടേൽ, JB കൃപലാനി അങ്ങനെ ഉള്ള ലീഡേഴ്സിനെയാണ് ഈ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെട്ടത്. അപ്പൊ അതില് 15-ൽ 12 വോട്ടും കിട്ടിയത് സർദാർ വല്ലഭായ് പട്ടേലിനാണ്. 2 വോട്ട് JB കൃപലാനിക്കും, 1 വോട്ട് എവിടെ പോയെന്ന് അറിയില്ല എന്ന് പറയുന്നത് ആർക്ക് കിട്ടിയെന്ന് അതെ, 1 വോട്ട് നമ്മൾ പറയും പോലെ അസാധുവായെന്ന് കൂട്ടി. ഈ 12 വോട്ട് കിട്ടി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാനത്തേക്ക് പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെടേണ്ട വ്യക്തി സർദാർ വല്ലഭായ് പട്ടേലായിരുന്നു. പക്ഷേ ഗാന്ധിജിയുടെ വാക്കിനെ മാനിച്ചിട്ടാണ് അദ്ദേഹം പ്രസിഡന്റ് ആകാതെ അല്ലെങ്കിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആകാതെ ആ സ്ഥാനത്തേക്ക് ജവഹർലാൽ നെഹ്റുവിനെ പരിഗണിക്കുന്നത്. അപ്പോൾ ജവഹർലാൽ നെഹ്റുവിനെ പരിഗണിക്കുകയും ഇദ്ദേഹം ആ പ്രധാനമന്ത്രി സ്ഥാനത്ത് നിന്ന് ഗാന്ധിജിയുടെ വാക്കിനനുസരിച്ചാണ് അദ്ദേഹം മാറി നിന്നതെന്ന് പറയപ്പെടുന്നത്. കാരണം അതിന് ഗാന്ധിജി പറയുന്നത് ഇന്ത്യയുടെ ലീഡറായി അല്ലെങ്കിൽ ഇന്ത്യയെ ഭരിക്കാൻ ആർക്കും കഴിയും, പക്ഷേ ഇന്ത്യയുടെ ഏകീകരണത്തിന്, അതായത് ഇന്ത്യ സ്വാതന്ത്ര്യം നേടുക എന്ന് പറയുമ്പോൾ അതില് നമ്മൾ ഇന്ന് ചിന്തിക്കുന്നത് പോലെ ഇന്ത്യ ഒരൊറ്റ രാജ്യമായിട്ട് നേരിട്ട് ബ്രിട്ടീഷുകാരെ നമുക്ക് സ്വാതന്ത്ര്യം തന്നിട്ട് പോയതല്ല. ഇന്ത്യ എന്ന് പറയുന്നത് ബ്രിട്ടീഷുകാർ വരുമ്പോൾ ഇന്ത്യ വളരെ ചെറിയ ചെറിയ നാട്ടുരാജ്യങ്ങളായിരുന്നു. അതേ നാട്ടുരാജ്യങ്ങളുടെ അതേ അവസ്ഥയിലാണ് ഇവര് ബ്രിട്ടീഷുകാരെ ഇന്ത്യയെ വിട്ടിട്ട് പോയത്. അത് മാത്രമല്ല, അന്ന് ബ്രിട്ടീഷുകാർ വരുമ്പോൾ ഇന്ത്യ ചെറിയ ചെറിയ നാട്ടുരാജ്യങ്ങളായിരുന്നെങ്കിലും ഇങ്ങനെ ഹിന്ദു മുസ്ലിം 2 പക്ഷത്ത് നിന്നുകൊണ്ട് വലിയൊരു അല്ലെങ്കിൽ 2 ഗ്രൂപ്പുകളായിട്ട് നിന്നുകൊണ്ട് ഞങ്ങൾക്ക് രാജ്യം വേണം എന്ന് പറയുന്ന ഒരു അവസ്ഥയും കൂടി ആക്കിയിട്ടാണ് ബ്രിട്ടീഷുകാർ പോയത്. അപ്പൊ ആ ഒരു അവസ്ഥയിൽ ഇന്ത്യയെ ഏകോപിപ്പിക്കുന്നതും അല്ലെങ്കിൽ ശരിക്കും ഒരു ഇന്ത്യ എന്നൊരു രാജ്യം ഉണ്ടാക്കുന്നതും അതുപോലെ തന്നെ ഈ ഒരു വലിയൊരു മഹാവിപത്ത് അല്ലെങ്കിൽ ഈ പ്രശ്നത്തിൽ നിന്നും കരകയറ്റാൻ കഴിയുന്നത് സർദാർ വല്ലഭായ് പട്ടേലിനാണെന്ന് എന്നെ കൊണ്ട് മാത്രമേ കഴിയൂ എന്നാണ് അദ്ദേഹം ചിന്തിക്കുന്നത്, ഗാന്ധിജി പറയുന്നത്. അതുകൊണ്ടാണ് അദ്ദേഹത്തെ ഇന്ത്യയുടെ ഏകീകരണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി വല്ലഭായ് പട്ടേലിനെ നിയോഗിക്കുന്നത്. അങ്ങനെ ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയായിട്ട് ജവഹർലാൽ നെഹ്റുവും ഇന്ത്യയുടെ 1ാമത്തെ ഡെപ്യൂട്ടി പ്രധാനമന്ത്രിയും അതോടൊപ്പം ഇന്ത്യയുടെ ഹോം മിനിസ്റ്ററായിട്ടും ആഭ്യന്തരമന്ത്രിയായും സർദാർ വല്ലഭായ് പട്ടേൽ നിയമിക്കപ്പെടുന്നത്. അങ്ങനെ ഇന്ത്യ സ്വാതന്ത്ര്യം പ്രാപിച്ചു. പക്ഷേ ഇന്ത്യ സ്വാതന്ത്ര്യം പ്രാപിച്ചെങ്കിലും സ്വാതന്ത്ര്യം നേടി അല്ലെങ്കിൽ ബ്രിട്ടീഷുകാർ ഇവിടുന്ന് പോവുക എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ ഇന്ത്യ എന്നൊരു രാജ്യം അന്നുണ്ട്. അന്ന് ശരിക്കും ഇന്ന് നമ്മൾ കാണുന്ന പോലെ ഇത്രയും സംസ്ഥാനങ്ങളുള്ള ഒരു രാജ്യമായിട്ട് അന്ന് ഇന്ത്യ മാറിയിട്ടില്ല. അപ്പൊ അതിന് ബ്രിട്ടീഷുകാർ ഇവരുടെ മുൻപിൽ അല്ലെങ്കിൽ അന്ന് ബ്രിട്ടീഷുകാർ ഇവിടുന്ന് ഉപേക്ഷിച്ച് പോകുന്ന അല്ലെങ്കിൽ വിട്ടു പോകുന്ന സമയത്ത് ഇന്ത്യ എന്ന് പറയുമ്പോൾ ഏതാണ്ട് 500-ൽ പരം നാട്ടുരാജ്യങ്ങളുടെ ഒരു ഗ്രൂപ്പായിരുന്നു, അല്ലെങ്കിൽ 500-ൽ പരം നാട്ടുരാജ്യങ്ങൾ ഉൾക്കൊള്ളുന്ന. അപ്പൊ ഈ നാട്ടുരാജ്യങ്ങൾക്കെല്ലാം സ്വന്തമായി രാജാക്കന്മാരും സംവിധാനങ്ങളും ഒക്കെ ഉള്ള അല്ലെങ്കിൽ രാജാക്കന്മാരുടെ തന്നെ കീഴിൽ വിട്ടിട്ട് പോകുന്ന. അപ്പൊ ഇവരോട് പറഞ്ഞു, ഈ നാട്ടുരാജ്യങ്ങളോട് നിങ്ങൾക്ക് മുൻപിൽ 3 ഓപ്ഷൻ ആണുള്ളത്. ഒന്ന് ഇന്ത്യയോട് ചേർന്ന് നിൽക്കുക, അല്ലെങ്കിൽ പാകിസ്ഥാനോട് ചേർന്ന് നിൽക്കുക. ഇത് രണ്ടും അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്വതന്ത്രമായിട്ട് മുമ്പോട്ട് പോകാം എന്നിങ്ങനെ ഈ 3 ഓപ്ഷനാണ് അന്നത്തെ നാട്ടുരാജ്യങ്ങളുടെ മുമ്പിൽ ഈ ബ്രിട്ടീഷുകാർ വെച്ചിരുന്നത്. അപ്പോൾ ഇതിൽ ഏത് ഓപ്ഷൻ തിരഞ്ഞെടുത്താലും അവർക്ക് തിരഞ്ഞെടുക്കാം. ഈ 3-ൽ ഏത് ഓപ്ഷൻ വേണമെങ്കിലും ഈ നാട്ടുരാജ്യങ്ങൾക്ക് തിരഞ്ഞെടുക്കാമായിരുന്നു, അല്ലെങ്കിൽ രാജാക്കന്മാർക്ക്. അപ്പൊ അവർക്കിഷ്ടം പാകിസ്ഥാനോടാണ് ചേർന്ന് നിൽക്കുന്നതിന് താല്പര്യമെങ്കിൽ പാകിസ്ഥാനോട് ചേർന്ന് നിൽക്കുക. ഇനി ഇന്ത്യയോട് ചേർന്ന് നിൽക്കാനാണ് താല്പര്യമെങ്കിൽ ഇന്ത്യയോട് ചേരാം.
ഇനി ഇത് രണ്ടിലുമല്ല, സ്വന്തമായിട്ട് അവർക്ക് മുൻപോട്ട് പോകാനാണ് താല്പര്യമെങ്കിൽ അവരുടെ സ്വന്തം രാജ്യമായിട്ട് മുമ്പോട്ട് പോകാം. ഇങ്ങനെ ഒരു വലിയൊരു പ്രതിസന്ധിയുടെ മധ്യത്തിലാണ് ശരിക്കും ബ്രിട്ടീഷുകാരെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കൊടുത്തിട്ട് പോകുന്നത്. അപ്പൊ ആദ്യത്തെ ഏറ്റവും വലിയ വെല്ലുവിളിയായിരുന്നു ഈ ഇന്ത്യൻ നാട്ടുരാജ്യങ്ങളെ ഏകോപിപ്പിക്കുക എന്നുള്ളത്. അതിൽ കുറച്ചു പേരൊക്കെ ഇന്ത്യയോട് ചേർന്ന് നിൽക്കാൻ തയ്യാറായി, കുറച്ചു പേരൊക്കെ സ്വതന്ത്രമായിട്ട് നിൽക്കാൻ താല്പര്യപ്പെട്ടു. അപ്പൊ അങ്ങനെ വന്ന് ഇപ്പോൾ ഈ ഓരോ നാട്ടുരാജ്യങ്ങളുടെയും രാജാക്കന്മാരെ പ്രത്യേകമായിട്ട് കണ്ടും അവരെ ടീ പാർട്ടിക്ക് വിളിച്ചും ഒക്കെ ആയിട്ട് ഓരോ വ്യക്തികളെയും പേഴ്സണലായിട്ട് കണ്ട് അല്ലെങ്കിൽ അവരോട് വ്യക്തിപരമായിട്ട് സംസാരിച്ച് കൺവിൻസ് ചെയ്തിട്ടാണ് ഈ ഇന്ത്യൻ യൂണിയനിലേക്ക് അവരെ ചേർക്കുന്നത്. അപ്പൊ ആ ഒരു ദൗത്യം ഏൽപ്പിക്കപ്പെട്ടത്, അല്ലെങ്കിൽ ആ ഒരു ദൗത്യം വല്ലഭായ് പട്ടേലിന്റെ ഉത്തരവാദിത്വത്തിലാണ് നടത്തിയത്. അദ്ദേഹമാണ് ഈ നാട്ടുരാജ്യങ്ങളെല്ലാം കൺവിൻസ് ചെയ്ത് അദ്ദേഹത്തിന്റെ ബുദ്ധിയും അതുപോലെ നയതന്ത്ര ആ ഒരു കഴിവും ഉപയോഗിച്ചിട്ട് അദ്ദേഹത്തിന്റെ ആ ഡിപ്ലോമസിയും, അദ്ദേഹത്തോടൊപ്പം എടുത്തു പറയേണ്ടുന്ന ഒരു വ്യക്തി കൂടിയുണ്ട്, VP മേനോൻ. അപ്പൊ ഇവര് രണ്ടുപേരും ചേർന്നിട്ടാണ് ഈ നാട്ടുരാജ്യങ്ങളെല്ലാം കണ്ടും ഇവരോട് സംസാരിച്ചും താല്പര്യം ഇല്ലാത്തവരെ കൺവിൻസ് ചെയ്യിപ്പിച്ചും ഒക്കെ ഇന്ത്യൻ യൂണിയനിൽ ചേർക്കുന്നത്. അങ്ങനെ അവസാനം 3 നാട്ടുരാജ്യങ്ങൾ ഒഴികെ ബാക്കി എല്ലാ നാട്ടുരാജ്യങ്ങളും ഇന്ത്യൻ യൂണിയനുമായിട്ട് ചേർന്ന് പ്രവർത്തിക്കാൻ തീരുമാനിച്ചു. ഇപ്പൊ 3 നാട്ടുരാജ്യങ്ങൾ എന്ന് പറയുമ്പോൾ ഹൈദരാബാദ്, ജൂനാഗഡ്, ജമ്മു കാശ്മീർ, അതുപോലെ ജോധ്പൂർ ഉണ്ടായിരുന്നു. ജോധ്പൂർ പിന്നീട് ഇന്ത്യയുമായിട്ട് ചേർന്നു. അങ്ങനെ അവസാനം ഒരു തരത്തിലും ചേരാൻ താല്പര്യമില്ലാതെ 3 നാട്ടുരാജ്യങ്ങളായിരുന്നു കാശ്മീരും ജൂനാഗഡും അതുപോലെ ഹൈദരാബാദും. അപ്പൊ ജൂനാഗഡ് ഇവരുമായിട്ട് സംസാരിച്ചു. അപ്പൊ ജൂനാഗഡിലെ എന്ന് പറയുന്നത് അവിടുത്തെ രാജാവായിരുന്നത് മുസ്ലിം ഭരണാധികാരി മുസ്ലിം. അത് പക്ഷേ അന്ന് അവിടുത്തെ ജനസംഖ്യയിൽ ഏകദേശം 90% പേരും ഹിന്ദുക്കളും. അപ്പോൾ അവിടെയുള്ള ആളുകൾക്ക് ഇപ്പൊ ഇദ്ദേഹം അവിടെയുള്ള ആളുകളുടെ ഇടയിൽ ഈ രാജാവിന് ഇന്ത്യയായിട്ട് ചേരാതെ പാകിസ്ഥാനോട് ചേരാനായിരുന്നു താല്പര്യം. പക്ഷേ അദ്ദേഹത്തിന് മനസ്സിലായി രാജാവിന്റെ താല്പര്യത്തിന് മുൻപോട്ട് പോയാൽ ഒരിക്കലും ഇത് ഇന്ത്യൻ യൂണിയനിലേക്ക് ചേരില്ല എന്നും ഈ ഒരു ഭാഗം മാത്രം, അതായത് ജൂനാഗഡ് എന്ന് പറയുന്നത് ഇന്നത്തെ ഗുജറാത്തിന്റെ ഭാഗമാണ്. അപ്പൊ ഈ ഗുജറാത്തിന്റെ ഭാഗമായിട്ട് നിൽക്കുന്ന ഈ ഒരു സ്റ്റേറ്റ് മാത്രം, അല്ലെങ്കിൽ ഈ ഒരു നാട്ടുരാജ്യം പാകിസ്ഥാനോട് ചേർന്ന് കഴിഞ്ഞാൽ അത് വീണ്ടും നമുക്കൊരു വലിയ വെല്ലുവിളിയാകും. അതെങ്ങനെയും ഇന്ത്യൻ യൂണിയനിലേക്ക് ചേർക്കണം എന്ന താല്പര്യത്തോടെ അദ്ദേഹം ഒരു ഡിമാൻഡ് വെച്ചു. അവിടെയുള്ള ആളുകൾക്കിടയിൽ വോട്ടിംഗ് നടത്താമെന്ന്. ആ ആളുകൾക്ക് ആരോടാണ് ചേർന്ന് നിൽക്കാൻ താല്പര്യമെങ്കിൽ അവരുടെ അഭിപ്രായത്തെ മാനിച്ച് അങ്ങനെ അവസാനം രാജാവിന് ഈ ഒരു ഡിമാൻഡ് അംഗീകരിക്കേണ്ടി വന്നു. അങ്ങനെ ആളുകൾക്കിടയിൽ വോട്ടിംഗ് നടത്തി. 90% ആളുകളും ഇന്ത്യയോട് ചേർന്ന് നിൽക്കാനാണ് താല്പര്യമെന്ന് വോട്ട് ചെയ്തു. അങ്ങനെ ജൂനാഗഡ് ഇന്ത്യയുടെ ഭാഗമായി. അതുപോലെ തന്നെ ഹൈദരാബാദിൽ നിസാമിന് ഒരിക്കലും ഇന്ത്യയോട് ചേരാൻ താല്പര്യമില്ലായിരുന്നു. അദ്ദേഹത്തിന് സ്വതന്ത്രമായിട്ട് നിൽക്കാനായിരുന്നു താല്പര്യം. അതായത് ഇന്ത്യ സ്വാതന്ത്ര്യം പ്രാപിക്കുന്നതിന് മുൻപ് തന്നെ ഇദ്ദേഹം സ്വയം പ്രഖ്യാപിച്ചു, ഞങ്ങളുടെ ഹൈദരാബാദ് സ്വതന്ത്ര രാജ്യമാണെന്ന്. അപ്പൊ ഞങ്ങൾ ആർക്കും അധീനരല്ല, ഞങ്ങൾ ബ്രിട്ടീഷിന്റെ കീഴിലും അല്ല, മറ്റേ ഇന്ത്യയുടെ കീഴിലും അല്ല, പാകിസ്ഥാന്റെ കീഴിലും അല്ല, ഞങ്ങൾ സ്വതന്ത്ര രാജ്യമായിട്ട് നിൽക്കാനാണ് താല്പര്യപ്പെടുന്നത്, ഞങ്ങൾ സ്വതന്ത്ര രാജ്യമാണെന്ന് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുൻപ് തന്നെ ഇദ്ദേഹം പ്രഖ്യാപിച്ചു. പക്ഷേ ഇദ്ദേഹം സ്വതന്ത്രമായിട്ട് നിൽക്കുമ്പോൾ നമുക്ക് നേരിടുന്ന, അല്ലെങ്കിൽ ഇന്ത്യ നേരിടുന്ന ഒരു വലിയൊരു വെല്ലുവിളിയുണ്ട്. അതായത് ഹൈദരാബാദ് എന്ന് പറയുമ്പോൾ ഇന്നത്തെ തെലുങ്കാന, ആന്ധ്രാപ്രദേശ്, കർണാടക, അതുപോലെ മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ് റീജിയൻ ഒക്കെ ഉണ്ട്. ഇത്രയും ഏരിയ ഈ ഇന്ത്യയുടെ ഭൂപടത്തിന്റെ നടുക്ക് നമുക്കറിയാം. ഈ ഒരു റീജിയൻ എന്ന് പറയുമ്പോൾ ഇത് നടുക്ക് മാത്രം ഇതിങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് നിന്ന് കഴിയുമ്പോൾ നമുക്ക് ശരിക്കും ഇന്ത്യയുടെ ഭരണകേന്ദ്രം ഇപ്പൊ ഡൽഹിയുമായിട്ട് ഈ സതേൺ റീജിയനിൽ, അല്ലെങ്കിൽ നമ്മുടെ കേരളവും തമിഴ്നാടും പോലുള്ള സതേൺ പാർട്ട് വളരെയധികം ദൂരത്തായി പോകും, അല്ലെങ്കിൽ ഒരു സെപ്പറേറ്റ് ആയി പോകും എന്നൊരു പ്രശ്നം ഉണ്ടാകുമെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി കഴിഞ്ഞപ്പോൾ എങ്ങനെയും ഹൈദരാബാദിനെ
ഇന്ത്യൻ യൂണിയനിലേക്ക് ചേർക്കണമെന്ന് അദ്ദേഹത്തിന് താല്പര്യം തോന്നി. ശരിക്കും അദ്ദേഹത്തിന്റെ ഒരു ദൃഢനിശ്ചയം പോലെ. അപ്പൊ ആദ്യം ഇവരോട് സംസാരിച്ചു പലവട്ടം. ഇപ്പൊ ഈ ഹൈദരാബാദിലെ നിസാം സംസാരിച്ചിട്ടും ഇതിന് തയ്യാറാകാതെ വന്നു കഴിയുമ്പോൾ ലാസ്റ്റ് നമുക്ക് സൈനിക നടപടി എടുക്കാം എന്നൊരു തീരുമാനം ഉണ്ടായി. സൈനിക നടപടി എടുക്കാം എന്നൊരു തീരുമാനം ഉണ്ടായപ്പോ ഒരിക്കലും സൈനിക നടപടി പാടില്ല, നമുക്ക് സമാധാനത്തിന്റെ പാതയിലൂടെ മാത്രം രാജ്യങ്ങളെ നമ്മോട് ചേർത്താൽ മതി എന്നുള്ള ഒരു ഡിമാൻഡായിരുന്നു ജവഹർലാൽ നെഹ്റുവിനുണ്ടായിരുന്നത്. പക്ഷേ ഇപ്പൊ പ്രധാനമന്ത്രി ആ ഒരു ഡിമാൻഡ് അംഗീകരിക്കാതെ വന്നു കഴിഞ്ഞപ്പോൾ ഇവര് അതിനൊരു സമയം സാഹചര്യം ഒത്തുവരുന്നത് നോക്കിയിരുന്നു. അങ്ങനെ ജവഹർലാൽ നെഹ്റു വിദേശയാത്രയ്ക്കായിട്ട് ഇന്ത്യയിൽ നിന്ന് കുറച്ച് ദിവസത്തിന് മാറി നിന്ന സമയത്ത്, ഇപ്പോൾ ഡെപ്യൂട്ടി പ്രൈം മിനിസ്റ്റർ ആണ് ശരിക്കും ഈ സർദാർ വല്ലഭായ് പട്ടേൽ. അപ്പൊ പ്രധാനമന്ത്രിയുടെ ആബ്സൻസിൽ പ്രധാനമന്ത്രിയുടെ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കേണ്ടത് ഇദ്ദേഹത്തിന്റെ ചുമതലയായിട്ട് ആ ഒരു സമയം ഇദ്ദേഹം തക്കത്തിൽ ഉപയോഗിച്ച് ആ ജവഹർലാൽ നെഹ്റു ഇവിടുന്ന് മാറി നിന്ന സമയത്ത് തന്നെ ഇദ്ദേഹം ഈ ഹൈദരാബാദിന്റെ മേൽ സൈനിക നടപടിയെടുത്ത് ഇതിനെ ഹൈദരാബാദിനെ ഇന്ത്യയുമായിട്ട് ചേർക്കാനായിട്ട് ഇവർ പ്ലാൻ ചെയ്തു. അങ്ങനെ ഹൈദരാബാദിനെ ഇന്ത്യൻ യൂണിയനിൽ ചേർത്തും നിർബന്ധിതമായിട്ട്, അല്ലെങ്കിൽ സൈനിക നടപടിയോടുകൂടി ലാസ്റ്റ് നിസാമിനെ ഇന്ത്യയുടെ മുമ്പിൽ അല്ലെങ്കിൽ വല്ലഭായ് പട്ടേലിന് മുമ്പിൽ ഇന്ത്യയെ അല്ലെങ്കിൽ ഇന്ത്യൻ യൂണിയനോട് ചേരാം എന്നൊരു ഡിമാൻഡ് അംഗീകരിക്കേണ്ടി വന്നു. അങ്ങനെ ഹൈദരാബാദും ഇന്ത്യയോട് ചേർന്നു. അതുപോലെ തന്നെ കാശ്മീരും ആദ്യം തയ്യാറായിരുന്നില്ല. കാശ്മീരിലെ രാജാവായിരുന്ന ഹരിസിംഗ് ഒരിക്കലും കാശ്മീരിലെ ഇന്ത്യയുടെ പക്ഷത്ത് ചേരാൻ ഒരു താല്പര്യത്തിലല്ല നിന്നത്. അവിടെയുള്ള ജനങ്ങൾ പക്ഷെ ജനങ്ങൾക്ക് കുറച്ചു പേർക്ക് കാശ്മീരിനോട് ഇന്ത്യയോട് ചേരാൻ താല്പര്യമുണ്ട്, കുറച്ചു പേർക്ക് പാകിസ്ഥാനോട് ചേരാനായിരുന്നു താല്പര്യം. അവസാനം എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായാൽ ഒരിക്കലും ജനങ്ങൾ ഇദ്ദേഹത്തിനോടൊപ്പം നിൽക്കുകയില്ല എന്ന് ഹരിസിംഗിന് അവസാനം മനസ്സിലായതോടുകൂടി അദ്ദേഹം ഇന്ത്യൻ യൂണിയനിൽ ചേരാൻ തീരുമാനിച്ചു. അങ്ങനെ ഇന്ത്യൻ യൂണിയനിൽ ചേർന്ന് അങ്ങനെയാണ് ഇന്ന് നമ്മൾ കാണുന്ന അഖണ്ഡ ഭാരതം, അല്ലെങ്കിൽ ഇന്നത്തെ നമ്മുടെ ഭാരതത്തിന്റെ ആ ഒരു മാപ്പ്, അത് പൂർണ്ണമായും ഇന്ന് ഭാരതം എന്ന രൂപത്തിൽ നമുക്ക് കിട്ടുന്നത് തന്നെ ഈ ഒരു ഇദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളിലൂടെയാണ്. അതുകൊണ്ടാണ് ഇദ്ദേഹത്തിന്റെ ജന്മദിനം നമ്മൾ ഏകതാ ദിവസമായിട്ട് ആഘോഷിക്കുന്നത്. അതുപോലെ തന്നെ സർദാർ വല്ലഭായ് പട്ടേലിനെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് അറിയാം ഇന്ത്യ സ്വാതന്ത്ര്യം നേടിയ സമയത്ത് ഇന്ത്യയുടെ അവസ്ഥ എന്തായിരുന്നു എന്ന്. ഇപ്പൊ ഇന്ത്യ എന്ന് പറഞ്ഞാൽ അന്ന് ബ്രിട്ടീഷുകാരെ ഉപേക്ഷിച്ച് പോകുന്ന ഇന്ത്യയിൽ യാതൊരുവിധ റിസോഴ്സുകളും ഇല്ലാതെ അവർക്ക് കഴിയുന്നിടത്തോളം മാക്സിമം ഊറ്റി പിഴിഞ്ഞ് ചണ്ടിയായ പർവ്വത്തിലാണ് നമ്മുടെ ഇന്ത്യയെ ഉപേക്ഷിച്ച് പോകുന്നത്. എന്തെല്ലാം റിസോഴ്സുകൾ ഉണ്ടായിരുന്നു അതെല്ലാം ഇവര് സ്വർണം, വെള്ളി, അങ്ങനെ എന്തെല്ലാം സാധനങ്ങൾ, രത്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു എല്ലാം ഇവർ എടുത്തുകൊണ്ട് പോയെന്നതൊക്കെ നമുക്കറിയാം. ഇന്ത്യയെ അല്ലെങ്കിൽ ഇന്ത്യ ബ്രിട്ടീഷുകാരെ വിട്ടു പോകുന്ന സമയത്ത് ഇവർ ചെയ്ത ഒരു വലിയൊരു ഇതുണ്ട്, ഇന്ത്യയും പാകിസ്ഥാനും രണ്ടായി വിഭജിച്ചു എന്നുള്ളത്. അപ്പൊ ആ വിഭജിച്ചു കഴിഞ്ഞപ്പോൾ ഇന്ത്യയിൽ ഉണ്ടായിരുന്ന റിസോഴ്സുകളെല്ലാം ഇവര് മുഹമ്മദ് അലി ജിന്നയൊക്കെ ഡിമാൻഡ് വെച്ചു, ഞങ്ങൾക്ക് പകുതി എന്ത് റിസോഴ്സ് ഒക്കെ ഉണ്ടോ അതിന്റെ എല്ലാം പകുതി ഞങ്ങൾക്ക് വേണമെന്ന്. അപ്പൊ അതിനെല്ലാം ബുദ്ധിപരമായിട്ട് കൃത്യമായിട്ട് അതിനെല്ലാം നെഗോഷിയേഷൻ ചെയ്ത് നമ്മുടെ ഇന്ത്യയുടെ റിസോഴ്സുകളെ ഒക്കെ സുരക്ഷിതമാക്കി വെച്ച് പിന്നെ അവർക്ക് ആവശ്യമുള്ളത് മാത്രം കൊടുത്തുകൊണ്ട് പാകിസ്ഥാനെ ഇന്ത്യയിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്തതിൽ ഏറ്റവും വലിയ റോള് വഹിച്ച ആളാണ് ഈ സർദാർ വല്ലഭായ് പട്ടേൽ. ഇനി ഇത് കൂടാതെ നമുക്കറിയാം ഇന്ത്യ വിഭജിച്ച ശേഷം, അതായത് ഇന്ത്യയും പാകിസ്ഥാനും, നമ്മളെല്ലാം പറയുമ്പോൾ ശരിയാണ് ഇന്ത്യയും പാകിസ്ഥാനും രണ്ടായിട്ട് അങ്ങ് വിഭജിച്ചു പോയി എന്ന് പറയുമ്പോൾ അതിന് പിന്നിലുണ്ടായ അല്ലെങ്കിൽ അതിന് ശേഷം ഉണ്ടായ സംഭവങ്ങളെ കുറിച്ചൊന്നും നമുക്ക് അത്രയും പരിജ്ഞാനം അല്ലെങ്കിൽ അതിനെക്കുറിച്ചൊന്നും നമ്മൾ അധികം കേട്ടിട്ടില്ല. പക്ഷെ ശരിക്കും ഇന്ത്യ പാകിസ്ഥാനും രണ്ടായിട്ട് വിഭജിച്ചതോടുകൂടി ശരിക്കും ഇന്ത്യയിലെ ജനങ്ങൾ അനുഭവിച്ച, അതുപോലെ തന്നെ പാകിസ്ഥാനിലെയും അനുഭവിച്ച ദുരിതങ്ങൾ എത്രയാണെന്ന് നമുക്ക് പറഞ്ഞാൽ തീരില്ലാത്ത അത്രയും പ്രശ്നങ്ങളും ദുരിതങ്ങളും അനുഭവിച്ചിട്ടാണ് ഇന്ന് ഇന്ത്യയും പാകിസ്ഥാനും ഒക്കെ രണ്ട് രാജ്യങ്ങളായിട്ട് നിലനിൽക്കുന്നത്. അപ്പൊ നമുക്കറിയാം അതില് ഇന്ത്യ എന്ന ഗവൺമെന്റ്
അന്ന് പുതിയതായിട്ട് രൂപീകരിക്കപ്പെട്ട ഗവൺമെന്റ് ആണ് അന്ന് ഇന്ത്യയുടെ ഗവൺമെന്റ്. ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ ഒരു നവജാത ശിശു എന്ന് നമുക്ക് പറയാം. അപ്പോൾ ഒരു നവജാത ശിശുവിന്റെ അവസ്ഥ എന്താണോ അതേ അവസ്ഥയിലായിരുന്നു അന്നത്തെ ഇന്ത്യയുടെ ഗവൺമെന്റ്. ഇന്ത്യയുടെ നമുക്ക് അധികം റിസോഴ്സുകളില്ല, അതായത് സാമ്പത്തികമായിട്ട് വളരെയധികം ഒന്നുമില്ലാത്ത അവസ്ഥയായിരുന്നു. അതുപോലെ തന്നെ കൃഷിയിലും എല്ലാ തരത്തിലും ഇന്ത്യ ഒന്നേന്ന് തുടങ്ങുന്ന അവസ്ഥയിലാണ് നമുക്കറിയാം അന്നത്തെ ഗവൺമെന്റിന്റെ അവസ്ഥ എന്നത്. അതില് ഈ വിഭജിച്ച് പോയ ശേഷം ഇപ്പൊ ഇത്രയും ആളുകൾക്ക്, അതായത് ഇന്ത്യയിലുള്ള മുസ്ലിങ്ങൾ പാകിസ്ഥാനിലേക്കും പാകിസ്ഥാനിലുള്ള ഹിന്ദുക്കൾ ഇന്ത്യയിലേക്കും ശരിക്കും പ്രവഹിച്ചു എന്ന് തന്നെ പറയാം. ഏകദേശം 140 ലക്ഷം ജനങ്ങളാണ് ഈ ഇന്ത്യ പാക് വിഭജനത്തോടു കൂടി ബാധിക്കപ്പെട്ടത്. എന്നുവെച്ചാൽ ബാധിക്കപ്പെട്ടതെന്ന് പറഞ്ഞാൽ ഹോംലെസ് ആയി മാറുന്നത്. അതായത് ഇവർക്ക് വീടില്ലാതെ ഇവിടെ നിന്നുള്ള ജനങ്ങൾ അങ്ങോട്ടും അവിടെ നിന്നുള്ള ജനങ്ങൾ ഇങ്ങോട്ടും. അപ്പൊ അവിടെ നിന്നുള്ള ലക്ഷക്കണക്കിന് ആളുകൾ ഇന്ത്യയിലേക്ക് എത്തിക്കഴിയുമ്പോൾ ഇവർക്കെല്ലാം താമസിക്കാൻ സ്ഥലം കൊടുക്കണം, ഭക്ഷണം കൊടുക്കണം, പാർപ്പിടം കൊടുക്കണം, വിദ്യാഭ്യാസം കൊടുക്കണം, രോഗികൾക്ക് ചികിത്സിക്കാനുള്ള സൗകര്യങ്ങൾ ഉണ്ടാവണം. ഇങ്ങനെ എല്ലാ തരത്തിലും, അതായത് പ്രാഥമിക ആവശ്യങ്ങൾ പോലും നിർവഹിക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ് ഒന്ന് ഡൽഹിയിലും അതുപോലെ തന്നെ ഈ ഇന്ത്യയുടെ പ്രധാനപ്പെട്ട ഡൽഹി, ഹരിയാന, പഞ്ചാബ് അങ്ങനെയുള്ള റീജിയനിലേക്കൊക്കെ ആളുകൾ എത്തിച്ചേരുന്നത്. ശരിക്കും ഡൽഹിയിലെ റോഡുകളിലാണ് ആദ്യം ഇവരൊക്കെ താമസിച്ചിരുന്നത്. കാരണം ഇവർക്ക് ലക്ഷക്കണക്കിന് ആളുകൾ തീവണ്ടിയിലും ഒക്കെ ആയിട്ട് ഇന്ത്യയിലേക്ക് എത്തി. പക്ഷെ ഇവർക്കെല്ലാം എവിടെയാണ് ഇവർക്ക് താമസിക്കാൻ സ്ഥലം കൊടുക്കേണ്ടത്, ഇവരുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാൻ വിദ്യാഭ്യാസം കൊടുക്കേണ്ടത് എവിടെയാണെന്നും, അതുപോലെ ഇവർക്ക് ഭക്ഷണം കൊടുക്കേണ്ടത്, ലക്ഷക്കണക്കിന് ആളുകൾക്ക് എങ്ങനെ ഒരു ദിവസം ഭക്ഷണം കൊടുക്കും, ഇതെല്ലാം ഇന്ത്യ അന്ന് നേരിട്ട വെല്ലുവിളികളാണ്. അപ്പൊ ഈ പ്രശ്നങ്ങളെല്ലാം, അതുപോലെ തന്നെ ഹിന്ദു മുസ്ലിം ലഹള, അതായത് ഈ ഹിന്ദുക്കളെന്നും മുസ്ലിങ്ങളെന്നും പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം കത്തിക്കുത്തുന്നു, വെടിവെക്കുന്നു, ബോംബ് വയ്ക്കുന്നു എന്ന് വേണ്ട അങ്ങോട്ടും ഇങ്ങോട്ടും ആക്രമിക്കുന്ന ജനങ്ങള്. അപ്പൊ ഇതിന്റെ എല്ലാ മധ്യത്തിൽ ഒന്നുമല്ലാതെ, അതായത് ശരിക്കും നല്ല ഒരു സൈനിക ബലം പോലും ഇല്ലാതിരുന്ന പോലുന്ന അവസ്ഥയിലുള്ള ഒരു രാജ്യം, ആ രാജ്യത്തിന്റെ സമാധാന നില അല്ലെങ്കിൽ അതിന്റെ ആഭ്യന്തര കാര്യങ്ങളെ കൈകാര്യം ചെയ്യുക എന്ന് പറയുന്നത് നിസ്സാരമല്ലായിരുന്നു. അപ്പൊ നമുക്കറിയാം അത്രയും പ്രശ്നങ്ങൾ നേരിട്ട ഒരു രാജ്യത്തെ ഇന്നത്തെ ഇന്ത്യയിലേക്ക് എത്തിക്കുന്നതില് ഈ സർദാർ വല്ലഭായ് പട്ടേലിനും അന്നത്തെ ഗവൺമെന്റിനും ജവഹർലാൽ നെഹ്റുവിനും ഒക്കെ അന്ന് അവരൊക്കെ എത്രമാത്രം അതിനുവേണ്ടി കഷ്ടപ്പെടുകയും അതിനുവേണ്ടി അധ്വാനിക്കുകയും ഇന്ത്യക്ക് വേണ്ടി നിലനിൽക്കുകയും ചെയ്തു എന്നുള്ളത് നമ്മൾ ശരിക്കും ഓർമ്മിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. അപ്പൊ അവരുടെ ആ ത്യാഗത്തിന്റെയും അവരുടെ കാഴ്ചപ്പാടിന്റെയും അവരുടെ കഷ്ടപ്പാടിന്റെയും ഒക്കെ ഫലമാണ് ഇന്നത്തെ ഇന്ത്യ എന്ന് പറയുമ്പോൾ. അതായത് ഇത്രയും ഒരു കമ്മ്യൂണൽ ലഹളയിൽ നിന്നും ഒക്കെ രാജ്യത്തെ രക്ഷിച്ച് ആളുകൾക്കെല്ലാം താമസിക്കാൻ സ്ഥലം കൊടുത്ത് അവരുടെ കുഞ്ഞുങ്ങൾക്ക് വിദ്യാഭ്യാസം ചെയ്യാനുള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കി കൊടുത്ത് ഇവർക്കെല്ലാം താമസിക്കാനുള്ള ഇടം, തൊഴില്, ഇതെല്ലാം തയ്യാറാക്കി കൊടുത്ത് ഇന്നത്തെ ഇന്ത്യയുടെ അവസ്ഥയിലേക്ക് എത്തിച്ചത് അത് അവരുടെയൊക്കെ വളരെയധികം ഡിറ്റർമിനേഷനോട് കൂടിയുള്ള പ്രവർത്തനങ്ങൾ തന്നെയാണ്. അപ്പൊ ഇതൊക്കെ കൊണ്ടാണ് നമ്മൾ ശരിക്കും ഈ സർദാർ വല്ലഭായ് പട്ടേലിനെ, അപ്പൊ നമ്മളെല്ലാരും ചോദിച്ച ഒരു ചോദ്യമുണ്ട്, സർദാർ വല്ലഭായ് പട്ടേലിന്റെ ഒരു വലിയൊരു പ്രതിമ, സ്റ്റാച്യു ഓഫ് യൂണിറ്റി ഗുജറാത്തില് അദ്ദേഹത്തിന്റെ ഒരു പ്രതിമ സ്ഥാപിച്ചിട്ടുണ്ട്. അന്ന് ജനങ്ങളെ ഒരുപാട് ആളുകളെല്ലാം വിമർശിച്ച ഒരു കാര്യമുണ്ട്, ഇദ്ദേഹത്തിന് വേണ്ടി ഇത്രയും കോടികൾ മുടക്കി ഒരു പ്രതിമ ഉണ്ടാക്കുക, ഇദ്ദേഹം എന്ത് ചെയ്തിട്ടാണ്, അല്ല ഇദ്ദേഹം ആരായിരുന്നു, എന്തിനാണ് ഇദ്ദേഹത്തിന് വേണ്ടി ഇത്രയും ഒരു പ്രതിമ ഉണ്ടാക്കിയതെന്നൊക്കെ. ശരിക്കും ആ ഒരു പ്രതിമ ഉണ്ടാക്കാൻ അദ്ദേഹം 100% അർഹൻ തന്നെയാണ്. കാരണം അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ ഇന്ത്യക്ക് വേണ്ടി അല്ലെങ്കിൽ ഇന്ത്യ എന്ന രാജ്യത്തിന് വേണ്ടി അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ തീർച്ചയായിട്ടും അദ്ദേഹം 100% ആ ഒരു പ്രതിമ ഉണ്ടാക്കുന്നതിന് അല്ലെങ്കിൽ അതിനോട് പ്രതിമ ഉണ്ടാക്കുന്നതല്ല, ആ ഒരു പ്രതിമ ഉണ്ടാക്കുന്നത് കൊണ്ട് അദ്ദേഹത്തിന്റെ പേരിന് അല്ലെങ്കിൽ അദ്ദേഹത്തിന് കൊടുക്കുന്ന ബഹുമാനത്തിന് അദ്ദേഹം 100% അർഹനാണ് എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്.